എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള അതായത് MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, അതുപോലെ ബിടെക് ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾ നീറ്റിൻ്റെ സ്കോറും യോഗ്യതാ പരീക്ഷയുടെ മാർക്കും അപ്ലോഡ് ചെയ്ത് നൽകാനുള്ള അവസരം, അതായത് എൻ്റർ ചെയ്ത് നൽകാനുള്ള അവസരം ഇന്ന് രാത്രി 11:59 വരെയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ഈ ഒരു MBBS, BDS, അതുപോലെ മറ്റ് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ കാർഡ് ഡീറ്റെയിൽസ് നൽകാതെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി 11:59 മുമ്പായിട്ട് നിങ്ങളുടെ ആ ഒരു മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്ലോഡ് ചെയ്യാത്ത വിദ്യാർത്ഥികളെ ഈ ഒരു എഞ്ചിനീയറിംഗ് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീറ്റിൻ്റെ സ്കോർ, അതായത് നീറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് ഈ നീറ്റിൻ്റെ സ്കോർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. നീറ്റ് സ്കോർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം KEAM 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡും അതുപോലെ തന്നെ അവിടെയുള്ള ആക്സസ് കോഡും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്നുള്ളൊരു മെനു ഐറ്റം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നീറ്റ് UG 2024 പരീക്ഷയുടെ റോൾ നമ്പർ, നീറ്റ് UG 2024 പരീക്ഷയുടെ ആപ്ലിക്കേഷൻ നമ്പർ, നീറ്റ് UG 2024 നൽകിയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ അടക്കം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം വെരിഫൈ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, അതുപോലെ നീറ്റ് റിസൾട്ട് ഡീറ്റെയിൽസ് എന്നിവ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നീറ്റ് UG 2024 നീറ്റ് പെർസെൻറ്റേജ് സ്കോർ കാണാം. അതുപോലെ ഓൾ ഇന്ത്യ റാങ്ക് ഫോർ കൗൺസിലിംഗ് എന്നിവയൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ കറക്റ്റാണ് എങ്കിൽ നിങ്ങൾ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണ് എങ്കിൽ ആണ് നിങ്ങൾക്ക് ആ ഒരു വെരിഫൈഡ് ആൻഡ് സബ്മിറ്റഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അങ്ങനെ ആപ്ലിക്കേഷൻ കൺഫേം ആവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം ഭാവിയിൽ ആവശ്യങ്ങൾക്കായിട്ട് അത് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നീറ്റിൻ്റെ സ്കോർ കാർഡോ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസോ, അതായത് നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ടോ നിങ്ങൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അയക്കേണ്ടതില്ല. അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചാൽ മതിയാകും. അപ്പോൾ ഇന്ന് രാത്രി 11:59 വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു നീറ്റിൻ്റെ സ്കോർ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ചിലപ്പോൾ മാത്രമാണ് ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഈ ഒരു നീറ്റ് സ്കോർ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് രാത്രി 11:59 വരെയാണ് നിലവിൽ ഉള്ള ഡേറ്റ് എന്ന് പറയുന്നത്. നിലവിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല, ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.